താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. KSRTCയിലേക്ക് വിളിച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഹലോ, നമസ്കാരം. സിറ്റി ഡബിൾ ഡെക്കർ ബസ് ഇനി 5 മണിക്കാണ്. ഇപ്പോൾ സ്റ്റാൻഡിൽ പിടിക്കും. ഓഫീസിനകത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ജൂലൈ 1 മുതൽ ഈ രീതി മാറും. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിൽ മൊബൈൽ ഫോണുകൾ വരും. ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിൽ എപ്പോഴും ഫോണുണ്ടാകും. വിളിച്ചാൽ എടുക്കില്ലെന്ന പരാതിക്ക് പരിഹാരം. സ്മാർട്ട് ഫോണുകളായതിനാൽ വാട്സാപ്പ് വഴി പരാതികളോ മറ്റു വിവരങ്ങളോ അറിയിക്കാം. ലാൻഡ് ഫോൺ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴൊക്കെ ആയിരിക്കാം മിക്കവാറും ഇങ്ങനെ ഈ ഫോൺ വിളിച്ചാൽ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഈ മൊബൈൽ സംവിധാനം വരുന്നതോടുകൂടി അത്തരമൊരു പരാതി നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ജീവനക്കാർക്കും അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ പോലുള്ള വിവരങ്ങൾ അതാത് സമയം തന്നെ കൃത്യമായി ഓഫീസിൽ അറിയിക്കാനും ഈ മൊബൈൽ ഫോൺ സംവിധാനം കൊണ്ട് പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരാതികളോ വിവരങ്ങളോ അറിയിക്കുന്ന കോൾ റെക്കോർഡ് ചെയ്യാനും നടപടികൾ കൈമാറാനും മൊബൈൽ ഫോണിന്റെ വരവ് സഹായിക്കും. ഒരുപക്ഷെ യാത്രക്കാർ വിളിക്കുമ്പോൾ തിരക്കാണെങ്കിൽ തിരിച്ചു വിളിക്കാനും കഴിയും. ആനവണ്ടിയും ആനവണ്ടി പ്രേമികളും തമ്മിലുള്ള ബന്ധം അങ്ങനെ കൂടുതൽ ഊഷ്മളമാണ്. നമസ്കാരം. ഹലോ. അതൊരു കാര്യം ചോദിക്കാൻ വിട്ടു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടോ? അതെ, എല്ലാ KSRTCയുടെ എല്ലാ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലും മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഇത് പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ നമ്പറുകൾ അറിയുന്നതിന്? ജൂലൈ 1 മുതലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ നമ്പേഴ്സ് എല്ലാം പബ്ലിഷ് ചെയ്യും. ഓക്കെ. ഓക്കെ. രതീഷ് വെൺവകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.